ടെസ്റ്റുവിന് പഠിക്കുന്ന കാമുകി പരീക്ഷ പോലും എഴുതാതെയാണ് സൈക്കോ കളർ എന്ന് പറയുന്ന കാമുകന്റെ കൂടെ ഒളിച്ചോടിയത്. എന്തായാലും ഈ ഒളിച്ചോട്ടം നമ്മുടെ ഇൻസ്റ്റാഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയയിൽ വലിയ ഡിസ്കഷൻ ആയിരുന്നു. 2 റീൽസ് ഇട്ട് 100 ലൈക്ക് കിട്ടിയാൽ നാട്ടിൽ ഏത് പിച്ചക്കാരെയും ഇന്റർവ്യൂ ചെയ്യാൻ നടക്കുന്ന നമ്മുടെ നാട്ടിൽ കുറെ ഓൺലൈൻ കൂതറ മീഡിയാസ് ഇവരെ വിളിക്കുകയും ഇവരുടെ ഇന്റർവ്യൂസ് എടുക്കുകയും ചെയ്തു. എന്തായാലും ഇതിലൂടെ ഇവർക്ക് നല്ല പ്രശസ്തി കിട്ടുകയും ഇവരുടെ യൂട്യൂബ് ചാനൽ നല്ല രീതിയിൽ വളരുകയും ചെയ്തു. അതിനുശേഷം ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് യൂട്യൂബ് വ്ളോഗ്സും ഡെയിലി വ്ളോഗ്സൊക്കെ ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ഇവർ ഒരുപാട് പേര് അറിയുകയും ഇവർ നല്ല രീതിയിൽ സോഷ്യൽ മീഡിയയിലൂടെ കാശുണ്ടാക്കാനും തുടങ്ങി. അങ്ങനെ സോഷ്യൽ മീഡിയ വഴി അത്യാവശ്യ റവന്യൂ ഒക്കെ കിട്ടി വന്ന സമയത്ത് പെട്ടെന്ന് അവർക്കൊരു അസുഖം പിടിപെട്ടു. തിന്നിട്ട് എല്ലിൻ്റെ ഇടയിൽ കയറുന്ന ഒരു അസുഖം. എന്തായാലും ആ അസുഖം അധികം നാളൊന്നും മുന്നോട്ട് പോയില്ല. നാട്ടുകാർ അതിനുള്ള പണി കൃത്യമായിട്ട് അവർക്ക് കൊടുത്തു. കാരണം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്നും പിന്നെ അത് റിലേറ്റ് ചെയ്ത് കുറച്ച് വീഡിയോസൊക്കെ വരികയും ഏറ്റവും അവസാനം തൻ്റെ ഭാര്യയും ഒരു കുഞ്ഞുമായിരിക്കുന്ന ഒരു AI ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്തു. എന്തായാലും ആ ഒരു സംഭവത്തിന് ശേഷം നാട്ടുകാർ ഇവരെ നല്ല രീതിയിൽ പൊങ്കാലിടുകയും ആ ഒരു പരിപാടി സ്ക്രിപ്റ്റഡ് ആണെന്നും സൈക്കോ കള്ളനും കള്ളിയും എന്ന് പറയുന്ന ഒരു 2 ക്യാരക്ടേഴ്സ് ആണെന്നും അത് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ജനങ്ങൾക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തതാണെന്നും അല്ലാതെ രണ്ടുപേരും ആരെയും തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല എന്നും പറഞ്ഞൊരു കുമ്പസാരം നടത്തി. എന്തായാലും നാട്ടുകാർ രണ്ടിനെ എടുത്ത് പഞ്ഞി കിട്ടിയ ശേഷം കുറച്ച് ദിവസത്തേക്ക് സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ഒന്നും അല്ലായിരുന്നു. രണ്ടിൻ്റെയും പ്രസവ നാടകം നാട്ടുകാർ കയ്യോടെ പിടിച്ചതിന് ശേഷം ഇപ്പോഴത്തെ നാട്ടുകാരെ പറ്റിക്കാൻ വേണ്ടി പുതിയൊരു നാടകവുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. പച്ചയായ ദാരിദ്ര്യം. വീട്ടിൽ 5 പൈസ ഇല്ല, വീടില്ല, വീട്ടിൽ നിന്ന് എല്ലാവരും കൂടെ അടിച്ചിറക്കി, ഒരു ഡ്രസ്സ് വാങ്ങാൻ പോലും പൈസയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും പൈസയില്ല. എന്തായാലും ഇവരുടെ യൂട്യൂബ് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അത്യാവശ്യം ബുദ്ധിയുള്ള ഒരാൾക്ക് മനസ്സിലാവും ഇവർക്ക് എത്ര വ്യൂസ് ഉണ്ട്, ഇവർക്ക് എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഇവർക്ക് യൂട്യൂബിൽ നിന്ന് എത്രമാത്രം വരുമാനം കിട്ടുന്നുവെന്ന്. എന്തായാലും ഇത്രത്തോളം വരുമാനം കിട്ടുന്ന ഇവർ എന്തിനാണ് വീണ്ടും നാട്ടുകാരെ വന്നിരുന്ന് പറ്റിക്കുന്നത്? കാരണം ജനങ്ങൾ ഇവരുടെ എല്ലാവരും ദാരിദ്ര്യം കണ്ടു കഴിഞ്ഞാൽ അതിൽ വീണ ശേഷം പിന്നെ അതിൽ അഡിക്റ്റായി ഇവരുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുമെന്നും ഇവരുടെ ഫാനായി മാറുമെന്നും അതുകൊണ്ട് ഇവർക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടുമെന്നും ഇവർക്കറിയാം. +2 പരീക്ഷ പോലും എഴുതാതെ കാമുകൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയൊരു പെങ്കൊച്ച് ആ കാമുകനിൽ എത്രത്തോളം അഡിക്റ്റഡ് ആണെന്ന് നമുക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും. അതുകൊണ്ടാണല്ലോ വീട്ടുകാരെ പോലും മറന്ന് തൻ്റെ പരീക്ഷ പോലും മാറ്റിവെച്ച് കാമുകൻ്റെ കൂടെ പോയത്. എന്തായാലും നമ്മുടെ സൈക്കോ കളർ എന്ന് പറയുന്ന കാമുകൻ നല്ലൊരു ബിരുദം തന്നെയാണ്. കാരണം അവൻ ഇപ്പോൾ നടത്തുന്ന ഈ ഒരു നാടകത്തിൽ ആ പെങ്കൊച്ചിനെ നല്ല രീതിയിൽ അഭിനയിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രത്തോളം വരുമാനം വാങ്ങുകയും അല്ലെങ്കിൽ യൂട്യൂബിൽ ഇത്രത്തോളം റീച്ചിൽ നിൽക്കുന്ന 2 പേരും കയ്യിൽ 5 പൈസ ഇല്ല എന്ന് പറഞ്ഞൊരു നാടകം കളിക്കുകയും ആ പെങ്കൊച്ച് അതിനുവേണ്ടി കൃത്യമായിട്ട് നിന്നു കൊടുക്കുകയും. എന്തായാലും ഇവരുടെ ഈ നാടകം എത്ര ദിവസം മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് കണ്ടു തന്നെ അറിയാം. എത്രമാത്രം നാട്ടുകാരെ പറ്റിക്കുന്നു അത്രത്തോളം അവർ അതിൽ നിന്ന് വരുമാനം കണ്ടെത്തുന്നു. കുറേ പേര് പിന്നെ മനഃപൂർവ്വം പറ്റിക്കപ്പെടാൻ വേണ്ടി നിന്നു കൊടുക്കുന്നു. കാരണം അതിൻ്റെ കമൻറ്റ് സെക്ഷൻ നോക്കിയാൽ തന്നെ മനസ്സിലാവും. കുറേ പേര് ഇവർ പറയുന്ന കള്ളങ്ങളെല്ലാം വിശ്വസിക്കുകയും ഇവർ പറയുന്നതെല്ലാം സത്യമാണെന്ന് ചിന്തിക്കുകയും ചെയ്യുന്നു. എന്തായാലും യൂട്യൂബിൽ നിന്ന് പോലും ഇത്രത്തോളം വരുമാനം കിട്ടുന്ന ഈ 2 പേര് എന്തിനാണ് വന്നിരുന്നത് ഇതുപോലത്തെ പച്ചക്കള്ളം പറയുന്നത്?